ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മപ്പാസ് ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണിത്. എങ്ങനെയാണ് ഈ ചിക്കൻ മപ്പാസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ഫുൾ അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, 2 സവാള, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മപ്പാസിൽ ഒരിക്കലും നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി 5 മിനിറ്റ് ഒന്ന് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കനൊക്കെ ഒരു വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അല്പം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മപ്പാസ് എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 2 ടൊമാറ്റോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അസാധ്യ ടേസ്റ്റിലുള്ള ചിക്കൻ മപ്പാസാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.